ഉപ്പും മുളകും പരമ്പരയിലൂടെ കേശുവായെത്തി മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് അൽസാബിത്ത്. ബാലതാരമായിട്ടാണ് അൽസാബിത്തിന്റെ അഭിനയ രംഗത്തേക്കുള്ള വരവ്. അദ്ദേഹത്തിന്റെ അഭിനയ രംഗത്തേക്കുള്ള വരവ് വെറുതെയായില്ല. ഒന്നിനു പിറകെ ഒന്നായി നിരവധി നല്ല അവസരങ്ങളാണ് അൽസാബിത്തിനെ തേടിയെത്തിയത്. അൽസാബിത്തിനെ കൂടുതലും ശ്രദ്ധേയനാക്കിയത് ഫ്ലവേഴ്സ് ചാനൽ കഴിഞ്ഞ 10 വർഷത്തോളമായി സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും പരമ്പരയിലെ കേശു എന്ന കഥാപാത്രത്തിലൂടെ തന്നെയാണ്. മലയാളികൾക്കെല്ലാവർക്കും അൽസാബിത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും വലിയ ഇഷ്ടമാണ്. താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയ രംഗത്തേക്ക് അൽസാബിത്ത് ചുവട് വെച്ചത്. ഇന്ന് കടബാധ്യതകളെല്ലാം തീർത്ത് ഉമ്മയോടൊപ്പം സന്തുഷ്ടനായി ജീവിക്കുകയാണ് അൽസാബിത്ത്. അദ്ദേഹത്തിന്റെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാറുണ്ട്. പക്വത കൊണ്ടും മാന്യമായ സംസാര രീതി കൊണ്ടും അൽസാബിത്ത് എത്രയോ മുതിർന്ന പയ്യന്മാരെ പോലെയാണ്. പ്രായം കൊണ്ട് മുതിർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു 30 വയസ്സായവരുടെ പക്വതയും മാന്യതയുമാണ് അൽസാബിത്തിനുള്ളത് എന്ന് പൊതുവെ ആരാധകരെല്ലാവരും പറയാറുണ്ട്. എങ്കിലും പ്രായപൂർത്തിയായതുകൊണ്ട് തന്നെ അൽസാബിത്തിനോട് പലരും വിവാഹത്തെക്കുറിച്ച് തിരക്കാറുണ്ട്. എങ്ങനെയുള്ള പെൺകുട്ടിയാണ് ബായു അതു ആകേണ്ടത് എന്ന ചോദ്യത്തിന് അൽസാബിത്ത് ഈ അടുത്തിടെ മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു. ആ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇടം പിടിക്കുന്നത്. എന്റെ ഭാര്യ എങ്ങനെയുള്ളവളായാലും എനിക്ക് പ്രശ്നമില്ല. എന്നെ സ്നേഹിക്കണം, എന്റെ ഉമ്മയെ സ്നേഹിക്കണം, നല്ല സ്വഭാവമായിരിക്കണം. എന്നാൽ ഈ ഒരു കാലത്ത് നല്ലൊരു പെൺകുട്ടിയെ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ കിട്ടാനും വലിയ പ്രയാസം തന്നെയായിരിക്കും എന്നാണ് അൽസാബിത്ത് പറയുന്നത്. 2007 അൽസാബിത്ത് ജനിക്കുന്നത്. ഈ വരുന്ന വർഷം 19 വയസ്സും കൂടെ തികയും അൽസാബിത്തിന്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും അൽസാബിത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. ഈ അടുത്തിടെ അൽസാബിത്ത് വിവാഹിതനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഉപ്പും മുളകും പരമ്പരയിലെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു അത്. എങ്കിലും നിരവധി പേരായിരുന്നു ഇത് യഥാർത്ഥത്തിൽ അൽസാബിത്തിന്റെ വിവാഹമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചത്. ഇപ്പോൾ ഇതാ വീണ്ടും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അൽസാബിത്തിന്റേതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത്. എന്തുകൊണ്ടും അൽസാബിത്തിന്റെ വധുവായി വരുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്ത പെൺകുട്ടി ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്, മറ്റൊന്നുമല്ല. അൽസാബിത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയ്ക്കും വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഉമ്മ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിക്കൊണ്ട് വീട്ടിൽ തീർത്തത്. മാന്യതയോടെയുള്ള സംസാര രീതി കൊണ്ട് പലരും കേശുവിനെ അമ്മാവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുകയാണ് അൽസാബിത്ത്.